തിരുവനന്തപുരം മണ്ണന്തലയിൽ യുവാവിനെ 2 ദിവസം അപ്പാർട്ട്മെന്റിൽ പൂട്ടിയിട്ട് ഗുണ്ടാസംഘം മർദ്ദിച്ചു. വെമ്പായം നെടുവേലി കടുവാക്കുഴി സ്വദേശിയായ ശരത്തിനെയാണ് സംഘം ഫ്ളാറ്റിൽ തടഞ്ഞുവെച്ച് മർദ്ദിച്ചത്. സംഭവത്തിൽ കൊലക്കേസ് പ്രതികളും ഒരു യുവതിയും പിടിയിലായിട്ടുണ്ട്. സ്റ്റെഫിൻ വിവരങ്ങളുമായി. സ്റ്റെഫിൻ, ഈ മഴു പോലത്തെ ഒരു ആയുധമൊക്കെ കാണുന്നുണ്ട്. എന്താണ് ഈ സംഭവത്തിന് പിന്നിലെ കാര്യങ്ങൾ? എന്തിനാണ് ഇയാളെ പൂട്ടിയിട്ടത്? ശ്രീജ, ചില വ്യക്തിവൈരാഗ്യങ്ങളുടെ പേരിലാണ് ഈ യുവാവായിട്ടുള്ള വെമ്പായം സ്വദേശി ശരത്തിനെ 2 ദിവസം തിരുവനന്തപുരം നഗരത്തിലെ തന്നെ ഒരു ഫ്ളാറ്റിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചത്. അതോടൊപ്പം ക്രൂരമായ പീഡനമാണ് ആ യുവാവ് ഏൽക്കേണ്ടി വന്നത് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുളക് പൊടി ചാലിച്ച വെള്ളം മുഖത്തും സ്വകാര്യ ഭാഗങ്ങളിലുമെല്ലാം ഒഴിച്ചു. ഒപ്പം തന്നെ ഇടിവള കൊണ്ടും മഴ കൊണ്ടും ആക്രമിച്ചു. ഇടിവളയൊക്കെ തന്നെ ദൃശ്യങ്ങളിൽ കാണാം. ആ ഫ്ളാറ്റിൽ പോലീസ് തെളിവെടുപ്പ് നടത്തിയപ്പോൾ അതെല്ലാം തന്നെ കണ്ട് എടുത്തിട്ടുണ്ട്. മലയങ്കിഴി സ്വദേശിയായ അഭിലാഷ്, സുഹൃത്തായിട്ടുള്ള സുജിത്ത്, അവരുടെ 2 പേരുടെയും സുഹൃത്തായ കായംകുളം സ്വദേശി സരിത, ഈ 3 പേരും ആണ് പ്രതികൾ. അവർ 3 പേരും ഈ ഫ്ളാറ്റിൽ പൂട്ടിയിട്ട് 2 ദിവസം ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. അങ്ങനെ മർദ്ദനത്തിനെല്ലാം ശേഷം ഞായറാഴ്ച കഴിഞ്ഞ ദിവസം ഈ യുവാവിനെ വെമ്പായത്ത് ഇറക്കി വിടുകയാണ് ഉണ്ടായത്. ഈ യുവാവിൻ്റെ ഭാര്യ ഈ പ്രതികൾക്കെതിരെ എന്തോ മൊഴി നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്, വ്യക്തിവൈരാഗ്യമാണ് യഥാർത്ഥത്തിൽ ഈ ക്രൂരമായ ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ 34-കാരനായ യുവാവ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ്. വെമ്പായത്ത് ഇറക്കിവിട്ടതിന് ശേഷം വീട്ടുകാരാണ് ഈ യുവാവിനെ കൊണ്ടുപോയത്. ഈ തെളിവെടുപ്പ് നടത്തി ഇപ്പോൾ ഏതായാലും 3 പ്രതികളും പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് നിലവിൽ ഉള്ളത്. മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് ഈ യുവാവിനെ കൂട്ടിക്കൊണ്ടുപോയി ഫ്ളാറ്റിൽ എത്തിച്ച ശേഷം പൂട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ഈ യുവാവിന് നേരെ ഈ സംഘം ഏൽപ്പിച്ചു എന്നുള്ളതാണ്. ഈ യുവാവിന് കാര്യമായി പരിക്കേറ്റിട്ടുണ്ടോ? എന്താണ് നിലവിലെ സാഹചര്യം? ശ്രീജ, ശരീരം ആസകലം തന്നെ വലിയ തരത്തിലുള്ള ക്ഷതമേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് അറിയാം, 2 ദിവസം ക്രൂരമായി ആഹാരം പോലും കൊടുക്കാതെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മുളക് വെള്ളം മുഖത്തും ശരീര ഭാഗങ്ങളിലും സ്വകാര്യ ഭാഗങ്ങളിലുമെല്ലാം ഒഴിച്ച അവസ്ഥയിലാണ്. അത്തരത്തിൽ വലിയ ആഘാതമേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ 2 പേർ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു, കെട്ടിയിട്ട് തന്നെ മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഈ വീട്ടുകാർ എത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ബോധരഹിതനായി ഈ യുവാവ് വീഴുകയായിരുന്നു. അതിനുശേഷം ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ യുവാവിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്യന്തം വലിയ ക്രൂരതയാണ്. അതും തിരുവനന്തപുരം നഗരത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത്, മണ്ണന്തല പോലെ ഏറ്റവും നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഈ യുവാവിന് ക്രൂരമായ പീഡനം ഏൽക്കേണ്ടി വന്നത്. അതും ഒരു ഫ്ളാറ്റിൽ. ആരും ഈ ഒരു വിവരം അറിഞ്ഞതുപോലുമില്ല എന്നുള്ളതും ഏറെ എടുത്തു പറയേണ്ടതാണ്. അവിടെ ഈ യുവാവിനെ കൊണ്ടുപോയ ശേഷം അവിടെ ഇട്ട് മർദ്ദിച്ച് പല രേഖകളും ഒപ്പിട്ട് കൈക്കലാക്കുകയും ചെയ്തു. ഈ സ്കൂട്ടറിൻ്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട ചില രേഖകൾ കൈക്കലാക്കിയ ശേഷമാണ് യുവാവിനെ തിരികെ വിട്ടത്. ആ വെമ്പായത്ത് കൊണ്ട് യുവാവിനെ കാറിൽ കയറ്റി തിരികെ വിടുമ്പോൾ ബന്ധുക്കൾ എത്തുമ്പോൾ ഈ യുവാവ് ബോധരഹിതനായി വീണു എന്നുള്ളതാണ് പോലീസിൽ നൽകിയിരിക്കുന്ന മൊഴി. ഏതായാലും ഇനി കൂടുതൽ തെളിവെടുപ്പും വിശദമായുള്ള അന്വേഷണവും CCTV അടക്കമുള്ള ശാസ്ത്രീയ തെളിവ് ശേഖരണവും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്.